ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ നിർണായക അറസ്റ്റുകൾക്കൊരുങ്ങി ഇഡി. കേസിലെ മുഖ്യകണ്ണികളെ അറസ്റ്റ് ചെയ്യും. ഉണ്ണികൃഷ്ണൻ പോറ്റി, മുരാരി ബാബു എന്നിവരുടെ അറസ്റ്റിനാണ് സാധ്യത. ആദ്യ അറസ്റ്റിന് ശേഷം 60 ദിവസത്തിനുള്ളിൽ കുറ്റപത്രം സമർപ്പിച്ചില്ലെങ്കിൽ പ്രതികൾക്ക് സ്വാഭാവിക ജാമ്യം ലഭിക്കും. ഉണ്ണികൃഷ്ണൻ പോറ്റി, നടൻ ജയറാം എന്നിവർക്ക് അടുത്ത ആഴ്ച ഹാജരാകാനാണ് സമൻസ്. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും ജിജീഷ് കരുണാകരൻ ചിരികാണ്. ജിജീഷ്, ഇഡി കേസിൽ പിടിമുറുക്കിക്കഴിഞ്ഞു. നിർണായകമായ അറസ്റ്റിന് തന്നെയാണ് സാധ്യതയും, അല്ലേ? കെ പി, വൈകാതെ തന്നെ കൂടുതൽ അറസ്റ്റുകളിലേക്ക് കടക്കാനുള്ള ഒരു സാധ്യത തന്നെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. കാരണം അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ചോദ്യങ്ങളെല്ലാം ഇനി പൂർത്തിയാക്കുന്ന മുറയ്ക്ക് തന്നെ അറസ്റ്റുകൾ, അതായത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ സംബന്ധിച്ചിടത്തോളം മുഴുവൻ ആളുകളെയും, ഈ പ്രതിപ്പട്ടികയിലുള്ള മുഴുവൻ ആളുകളെയും അറസ്റ്റ് ചെയ്യുക എന്ന ഒരു നടപടിയിലേക്ക് ആയിരിക്കില്ല പോവുക. മറിച്ച് ഈ കേസിലുള്ള പങ്കാളിത്തം അനുസരിച്ച് അറസ്റ്റുകൾ രേഖപ്പെടുത്തുക. കാരണം ഈ ഒരു കേസുകളിൽ അറസ്റ്റിലേക്ക് പോകുന്നതോടുകൂടി തന്നെ ശക്തമായ നടപടികളിലേക്ക് തന്നെ, കോടതി നടപടികൾക്ക് തന്നെയാണ് ഈ പ്രതികളെ പിന്നീട് കാത്തിരിക്കുന്നത്. ജാമ്യം ലഭിക്കാൻ വളരെ വിരളമായ സാധ്യതകൾ മാത്രമാണ് ഉള്ളത്. മാത്രമല്ല, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ ജാമ്യാപേക്ഷകളെ ശക്തമായി എതിർത്ത് കഴിഞ്ഞാൽ റിമാൻഡ് കാലാവധി തുടരുകയും ചെയ്യും. എന്നാൽ അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം അറസ്റ്റ് ചെയ്ത് ഓരോ ആളുകളെയും അറസ്റ്റ് ചെയ്ത് 60 ദിവസത്തിനകം കുറ്റപത്രം സമർപ്പിക്കേണ്ടതുണ്ട്. ഇവിടെ പോലീസിനെ അപേക്ഷിച്ച് 30 ദിവസത്തോളം കുറവ് മാത്രമാണ് കുറ്റപത്രം സമർപ്പിക്കാനുള്ള സമയപരിധി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ലഭിക്കുന്നത്. കാരണം 90 ദിവസത്തിന് ശേഷം കുറ്റപത്രം സമർപ്പിച്ചില്ലെങ്കിൽ മാത്രമാണ് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസുകളിൽ അറസ്റ്റുകൾക്ക് ശേഷം പ്രതികൾക്ക് സ്വാഭാവിക ജാമ്യം ലഭിക്കുകയെങ്കിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കേസുകളിൽ അറസ്റ്റിലായ പ്രതി 60 ദിവസം പിന്നിട്ട് കഴിഞ്ഞാൽ സ്വാഭാവിക ജാമ്യം ലഭിക്കും. പ്രധാനപ്പെട്ട പ്രതികൾ, മുഖ്യ കണ്ണികളെല്ലാം തന്നെ അത്തരത്തിൽ വീണ്ടും ജാമ്യം ഇറങ്ങുന്ന ഒരു സാഹചര്യം, അത് കേസിനെ അട്ടിമറിക്കാനുള്ള സാധ്യതകളെല്ലാം തന്നെ കണ്ടുകൊണ്ട് അത്തരത്തിലുള്ള ഡയറക്ടറേറ്റിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് പ്രധാനപ്പെട്ട ചോദ്യം ചെയ്യലുകൾ അടുത്തയാഴ്ച ആയിരിക്കും ഉണ്ടായിരിക്കുക. അതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ചോദ്യം ചെയ്യലാണ് ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത്. മാത്രമല്ല, മുരാരി ബാബുവിനെ ഒരിക്കൽ കൂടി ചോദ്യം ചെയ്യും. കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുത്തിയപ്പോൾ അന്വേഷണ സംഘം വ്യക്തമാക്കിയ ഒരു കാര്യമെന്ന് പറയുന്നത് സ്വത്ത് സമ്പാദനം അടക്കമുള്ള കാര്യങ്ങളിൽ ബാങ്ക് ഇടപാടുകൾ, ഒപ്പം തന്നെ ബാങ്ക് സ്റ്റേറ്റ്മെന്റുകൾ അടക്കവും ഇപ്പോൾ നിർമ്മിച്ചിട്ടുള്ള വീട്, പെരുന്നയിൽ നിർമ്മിച്ചിട്ടുള്ള വീടിന്റെ നിർമ്മാണ ചെലവ് അടക്കമുള്ള വിവരങ്ങളും ഹാജരാക്കണം. അങ്ങനെ നേരിട്ട് തന്നെ ഹാജരാക്കണമെന്ന് ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സമൻസ് പിന്നീട് ഏത് തീയതി എന്നത് കണക്കാക്കിയുള്ള സമൻസ് പിന്നീടായിരിക്കും നൽകുക. ഈ ഒരു ചോദ്യം ചെയ്യലിന് ശേഷം മുരാരി ബാബുവിന്റെയും ഒപ്പം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും അറസ്റ്റിനാണ് ഏറ്റവും അധികമുള്ള സാധ്യതയുള്ളത്. 4-5 അറസ്റ്റുകളായിരിക്കും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ കേസുമായി ബന്ധപ്പെട്ട് നടത്തുകയെന്നാണ് വ്യക്തമാകുന്നത്. മാത്രമല്ല, അതിനുശേഷം ഇതിൽ സാക്ഷികളാക്കാൻ സാധ്യതയുള്ള ആളുകളുടെ ചോദ്യം ചെയ്യലുകളിലേക്കും അടുത്തയാഴ്ച അന്വേഷണ സംഘം കടക്കുന്നുണ്ട്. അതിലേറ്റവും പ്രധാനമെന്ന് പറയുന്നത് നടൻ ജയറാമിന്റെ മൊഴി രേഖപ്പെടുത്തുകയാണ്, ജയറാമിനെ ചോദ്യം ചെയ്യുകയാണ്. കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി വർഷങ്ങളുടെ അടുപ്പമുള്ള ആളാണ് നടൻ ജയറാം. മാത്രമല്ല, ഉണ്ണികൃഷ്ണൻ പോറ്റി ഇത് സാമ്പത്തിക ഇടപാടുകൾക്ക് വേണ്ടി, സാമ്പത്തിക ലാഭത്തിന് വേണ്ടി, സാമ്പത്തിക നേട്ടങ്ങൾക്ക് വേണ്ടിയും എല്ലാം തന്നെ ഈ സ്വർണ്ണപ്പാളികളെ ഉപയോഗപ്പെടുത്തി എന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മൊഴി നൽകാൻ കഴിയുന്ന ആളും നടൻ ജയറാം തന്നെയാണ്. കാരണം ഈ ശബരിമലയിലെ സ്വർണ്ണപ്പാളികൾ, വാതിൽപ്പാളികൾ അടക്കം പല സ്ഥലങ്ങളിൽ കൊണ്ടുപോയി പൂജ നടത്തിച്ച്, ജയറാമിൻ്റെ വീട്ടിലടക്കം കൊണ്ടുവന്ന് പൂജകൾ ചെയ്ത് അതിൻ്റെ പേരിൽ പ്രതിഫലം കൈപ്പറ്റി എന്നാണ് അന്വേഷണ സംഘം മനസ്സിലാക്കുന്നത്. നിലവിൽ നടൻ ജയറാം നൽകിയിരിക്കുന്ന SIT നൽകിയിരിക്കുന്ന മൊഴിയിൽ പറയുന്നത് ഏതെങ്കിലും തരത്തിൽ പ്രതിഫലമല്ല നൽകിയത്, പകരം ദക്ഷിണ നൽകുക മാത്രമാണ് ചെയ്തത് എന്ന് പറയുന്നുണ്ട്. എങ്കിൽ കൂടി അത് അന്വേഷണ സംഘം പൂർണ്ണമായും തന്നെ മുഖവിലക്കെടുത്തിട്ടില്ല. പകരം ഇത്തരത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ സ്വർണ്ണപ്പാളികൾ ഉപയോഗിച്ചുകൊണ്ട്, ഈ സ്വർണ്ണപ്പാളികളെ, ശബരിമലയിലെ ദിവ്യമായ സ്വർണ്ണപ്പാളികളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വൻ ധനസമ്പാദനം നടത്തിയെന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റ് വൈകാതെ ഉണ്ടാകും. മുരാരി ബാബുവിന്റെ അറസ്റ്റും ഉണ്ടാകും. 60 ദിവസത്തിനകം തന്നെ സമയബന്ധിതമായി കുറ്റപത്രം സമർപ്പിക്കുമെന്ന കാര്യം തന്നെയാണ്. സ്വർണ്ണ കവർച്ചയിൽ അതിനിർണായകമായ നീക്കം തന്നെയാണ് ഇഡി നടത്തുന്നത്. അറസ്റ്റ്, മുഖ്യപ്രതികളെ ഉടൻ അറസ്റ്റ് ചെയ്യും. അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ തന്നെയാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ജിജീഷ് കരുണാകരനാണ് വിവരങ്ങൾ നൽകിയത്.